തൃശ്ശൂരിലേക്കാണ് ഇനി സൂരജ് സജി. സൂരജ്, രാവിലെ ഡോക്ടർ നിജി ജസ്റ്റിനെ തൃശ്ശൂരിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നതാണ്. ഗൈനക്കോളജിസ്റ്റാണ്, അറിയപ്പെടുന്ന ഡോക്ടറാണ്, സാമൂഹ്യ സേവനമുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. അതിനിടെ കല്ലുകടിയായി UDFനെ സംബന്ധിച്ച് കല്ലുകടിയായി ചില ആരോപണങ്ങൾ ലാലി ജെയിംസിൻ്റെ ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്തതാണ്. ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പും കഴിഞ്ഞുവല്ലോ അല്ലേ? ദിലീപ് കുമാർ, ഇപ്പോഴും ഈ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. വോട്ടെടുപ്പിലേക്ക് പോയിട്ടുണ്ട്. 3 സ്ഥാനാർത്ഥികളും ഒരുപോലെ മത്സരിക്കുന്നു. LDFന് വേണ്ടി ഹിരൺ TR അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയായി കൃഷ്ണമോഹനും മത്സരിക്കുന്നു. UDFനെ സംബന്ധിച്ച് UDFന്റെ സ്ഥാനാർത്ഥിയായി A പ്രസാദാണ് മത്സരിക്കുന്നത്. അങ്ങനെ 3 പേരെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ മത്സരത്തിലേക്ക് പോയിരിക്കുന്നു. ഇതോടുകൂടി ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞു, ഇപ്പോൾ വോട്ടെണ്ണൽ ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഒരു 10 മിനിറ്റിനകം ഈ ഫലം പ്രഖ്യാപിക്കാൻ സാധിച്ചേക്കും. തൃശ്ശൂരെ സംബന്ധിച്ച് കൃത്യമായ ഭൂരിപക്ഷം അത് UDFനുണ്ട്. നേരത്തെ 33 സീറ്റ് UDFനുണ്ടായിരുന്നതാണ്. അതിൽ 2 വിമതന്മാർ കൂടി UDFനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ 35 വോട്ട് നേടിക്കൊണ്ടാണ് ഇന്ന് മേയർ സ്ഥാനാർത്ഥി വിജയിച്ചത്. അതേ ഒരു സമാനമായ സാഹചര്യം തന്നെയാണ് ഈ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിലും UDF കണക്കുകൂട്ടുന്നത്. വിമതരടക്കം തങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് UDF കണക്കുകൂട്ടുന്നുണ്ട്. അത് രാവിലെ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അടക്കം വ്യക്തമാക്കിയ കാര്യമാണ്. ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെയാണ് ഇത് സംബന്ധിച്ച് ലാലി ജെയിംസിന്റെ ഒരു പ്രതികരണം പുറത്തു വരുന്നത്. ഈ മേയർ പ്രഖ്യാപനത്തിന് പിന്നാലെ വലിയ അതൃപ്തിയിലായിരുന്നു മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ലാലി ജെയിംസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തുന്നത്. പണം വാങ്ങിക്കൊണ്ട് മേയർ നിശ്ചയിച്ചു എന്ന ആരോപണമായിരുന്നു. അതിൽ KC വേണുഗോപാലിനെതിരെയും ദീപാദാസ് മുൻഷിക്കെതിരെയും തുടങ്ങി DCC പ്രസിഡന്റിനെയൊക്കെ അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അങ്ങനെ വലിയ തർക്കങ്ങൾക്കിടെയായിരുന്നു മേയർ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. ഈ ലാലി ജെയിംസ് വോട്ട് ചെയ്യാൻ എത്തിയേക്കില്ല എന്നൊരു ആശങ്ക അടക്കമുണ്ടായിരുന്നു. അപ്പോഴും തങ്ങളുടെ കൗൺസിലർമാർ എത്തും എന്നൊരു പ്രതീക്ഷ UDF മുന്നോട്ട് വെച്ചു. ലാലി ജെയിംസ് ആകട്ടെ താൻ പാർട്ടിക്കൊപ്പമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവസാന നിമിഷം ഈ ഹാളിലെത്തുകയും വോട്ട് ചെയ്യുകയും അതിനുശേഷം ഈ മേയറെ തെരഞ്ഞെടുത്ത് അവരെ ആശംസ അർപ്പിക്കുന്ന സമയത്തടക്കം ഹാളിൽ തുടരുകയും ചെയ്തു. ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ദിലീപ് കുമാർ, തൃശ്ശൂരിൽ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. നേരത്തെ മേയർ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ഡോക്ടർ നിജി ജസ്റ്റിൻ വിജയിച്ചിരുന്നു. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.